യെസ്, വെൽക്കം ബാക്ക് ടു ദിശ അക്കാഡമി. മറ്റൊരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ദേ പിടിച്ചോളൂ ചൂടോട് കൂടിയ ഒരു അടിപൊളി സ്വാഗതം. ആൻഡ് അങ്ങനെ ഫൈനലി ഹിയർ ഐ ആം ബാക്ക് വിത്ത് സം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൺ ഗ്രാമർ. നമുക്ക് അതിലേക്ക് വരാം, തീർച്ചയായിട്ടും വരും. അതിനു മുന്നേ ചെറിയൊരു കാര്യത്തെ പറ്റി സംസാരിക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ്സ് മുഴുവനായി വായിച്ചു നോക്കിയിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് രസകരമായിട്ടുള്ള സ്നേഹത്തോടെയുള്ള ചില ഒന്ന് രണ്ട് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് റെഗുലറായി വീഡിയോ ചെയ്യാത്തത്, അല്ല എന്തിനാണ് ഇങ്ങനെ ഗ്യാപ്പ് വിടുന്നത്, ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ രസകരമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്നെ സംബന്ധിച്ച് ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക എന്നതിനേക്കാൾ സന്തോഷപ്രദമായിട്ട് മറ്റൊരു കാര്യമില്ല. അപ്പൊ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് അല്ലേ. അപ്പം അത് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ചില ഫാക്ടേഴ്സും കൂടി ഒത്തുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ സമയം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ മറ്റ് ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വന്നാൽ മാത്രമേ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വളരെ സ്മൂത്തായി നടക്കുകയുള്ളൂ. അപ്പം ഈ ഘടകങ്ങളൊക്കെ അനുകൂലമായി വരട്ടെ എന്ന് ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ വരും. യെസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയില് അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട ഗ്രാമർ നിയമങ്ങളെ കുറിച്ചാണ്. അപ്പം നിങ്ങളുടെ നിരന്തര ആവശ്യപ്രകാരം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് ആസ്പിരൻസ് എന്ന രീതിയിൽ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട നിയമങ്ങളെ കുറിച്ചും ആസ്പെക്ട്സിനെ കുറിച്ചുമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും സംസാരിക്കുക. അതും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ കേട്ടോ. മുൻ വർഷങ്ങളിൽ SSC MTS ചോദിക്കപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ഓരോ ചോദ്യം സ്ക്രീനിൽ അപ്പിയർ ചെയ്യുമ്പോഴും ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് വരാം, അല്ലെങ്കിൽ കണ്ടെത്തിയ ഉത്തരം തെറ്റായെന്ന് വരാം. നോ വറീസ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. യെസ്, അപ്പം പേനയും പേപ്പറും ഒക്കെ ആയിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ടു ദ സ്ക്രീൻ. വായിച്ചു നോക്കുക കേട്ടോ. ഇൻസ്ട്രക്ഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് വായിക്കുക. ദ സയന്റിസ്റ്റ് ഹാവ് സോ ഫാർ ഫോക്കസ്ഡ് ഓൺ ഡാഷ്. ഇവിടെ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് ഇവിടെ പൂരിപ്പിക്കണം. അപ്പം ശാസ്ത്രജ്ഞന്മാർ എന്തിലോ ഫോക്കസ് ചെയ്തു എന്നാണ് പറയുന്നത്. ദേ ഫോക്കസ്ഡ് ഓൺ സംതിങ്. ഇവിടെ നോക്കിയേ, ഫോക്കസ് ഓൺ, ഇതാണ് വെർബ് ഫ്രേസ് അല്ലെ. ഫോക്കസ് ഓൺ സംതിങ് എന്നാണ് പറയാ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോക്കസ് ഓണിന് ശേഷം നമ്മൾ പിന്നെ ഉപയോഗിക്കേണ്ടത് ഒന്നെങ്കിൽ ഒരു നൗൺ ആയിരിക്കണം, അല്ലെങ്കിൽ ജെറണ്ട് ആയിരിക്കണം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ING ഫോം ഓഫ് ദ വെർബ് തന്നെയാണ്. അതിനെ നാമമായിട്ട് പ്രയോഗിക്കുമ്പോഴാണ് എന്ത് വിളിക്കുന്നത്, ജെറണ്ട് എന്ന് വിളിക്കുന്നത്. അത് ING ഫോം എന്നങ്ങ് എഴുതിയാം, ING ഫോം. യെസ്, അപ്പം ഫോക്കസ് ഓണിന് ശേഷം എന്താണ് ഉപയോഗിക്കേണ്ടത്, നൗൺ അല്ലെങ്കിൽ ജെറണ്ട് ഫോം. ഇവിടെ ഏതാണ് ഉള്ളത് നമുക്ക് നോക്കാം. യെസ്, ഇംപ്രൂവ് ദ ക്രോപ്സ് ഒരിക്കലും വരില്ല. കാരണം എന്താണ്, ഇത് V1 ആണ്. ഒരിക്കലും ഫോക്കസ് ഓണിന് ശേഷം V1 ഉപയോഗിക്കാൻ പാടില്ല. നോ ഇംപ്രൂവ്മെന്റ് അല്ല, ഡെഫിനറ്റ്ലി അവിടെ ഇംപ്രൂവ്മെന്റ് വേണം. യെസ്, ഇംപ്രൂവ്മെന്റ് ദ ക്രോപ്സ്, ഇവിടെ നൗണ് തന്നെയാണ്, പക്ഷെ ഇവിടെ നോക്കിയേ, ഇംപ്രൂവ്മെന്റ് ദ ക്രോപ്സ്, രണ്ട് നൗണ് ഒരുമിച്ച് വരുന്നു. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇവിടെ വരുന്നത് ഉത്തമമല്ല. അപ്പം ഇത് വരില്ല. പിന്നെ ഏതാണ്, ഇംപ്രൂവിങ്. കണ്ടോ, ING ഫോമിലല്ലേ, ING ഫോം അല്ലേ. യെസ്, ദാറ്റ് മീൻസ് ജെറണ്ട് ആണ് അല്ലേ. അപ്പൊ ഇവിടെ അത് ചേർത്ത് വായിച്ചു നോക്കിയേ, ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിങ് ദ ക്രോപ്സ്. യു ഷുഡ് ഫോക്കസ് ഓൺ സ്റ്റഡിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. യു ഷുഡ് ഫോക്കസ് ഓൺ ലേണിംഗ്, യു ഷുഡ് ഫോക്കസ് ഓൺ സ്റ്റഡിങ്. അപ്പൊ ഫോക്കസ് ഓണിന് ശേഷം ING ആണ് വരിക. അപ്പം തൽഫലമായിട്ട് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി എക്സാമിന് വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടി പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരു വെർബ് പ്ലസ് ഇന്ന്, ഓണ്, അറ്റ് അല്ലെങ്കിൽ എബൌട്ട് പോലുള്ള പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ കൂടെ വരുന്നത് ഒന്നെങ്കിൽ ING ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നൗൺ ആയിരിക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഏതെങ്കിലും ഒരു വെർബ്, അതിനുശേഷം ഇന്ന്, ഓണ്, അറ്റ്, എബൌട്ട്, ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരു പ്രിപ്പോസിഷൻ, അങ്ങനെയാണ് ഒരു യൂണിറ്റ് വന്നിട്ടുള്ളതെങ്കിൽ അതിന് ശേഷം എന്ത് ഉപയോഗിക്കണം, ജെറണ്ട് അഥവാ ING ഫോം അല്ലെങ്കിൽ ഒരു നാമമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തതിലേക്ക് പോവാം. People admired him for he lived by the same principles that he preached. ആൾക്കാർ അവനെ അഭിനന്ദിച്ചു എന്നാണ് പറയാ അല്ലെ. അഭിനന്ദിച്ചു എന്നല്ല, പുകഴ്ത്തി എന്നാണ്. അഡ്മയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പ്രകീർത്തിക്കുക, പുകഴ്ത്തുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം കേട്ടോ.
ഇവിടെ ഫോർ എന്നത് ഒരു കൺജങ്ഷൻ ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഈ ഫോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫോറിനെ പ്രിപ്പോസിഷൻ ആയിട്ടും യൂസ് ചെയ്യും, രണ്ട് സെന്റൻസുകളെ ബന്ധിപ്പിക്കുന്ന കൺജങ്ഷൻ ആയിട്ടും യൂസ് ചെയ്യും. കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ദർ ഇസ് ഓൾവേസ് എ കോമ കേട്ടോ. ഇവിടെ എപ്പോഴും ഒരു കോമ ഉണ്ടാവും. ഇവിടെ ഫോറിന്റെ അർത്ഥം ബിക്കോസ് എന്നാണ്. കാരണം ഇതൊരു കൺജങ്ഷൻ ആയതുകൊണ്ട് കാരണം എന്ന അർത്ഥത്തിലാണ്. അപ്പം ആൾക്കാർ എന്തുകൊണ്ട് അവനെ അഡ്മയർ ചെയ്തത്? എന്ത് കാരണമാ? അവൻ എന്തിനെ പ്രതിയാ ജീവിച്ചത്? പ്രിൻസിപ്പിൾസ്. ഇവിടെ നോക്കിയേ, പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആരുണ്ടായിരുന്നു? പ്രിൻസിപ്പൾമാരുണ്ടായിരുന്നു അല്ലെ? ഹെഡ് ഓഫ് ദ. ഇവിടെ അതാണോ? പ്രിൻസിപ്പൾ പറയുന്നതായിട്ട് ജീവിച്ചു എന്നാണോ? അല്ല, ഇവിടെ പ്രിൻസിപ്പിൾ എന്നാണ് വേണ്ടത്. അപ്പം ഇവിടെ ഇത് കറക്റ്റ് ആയിട്ട് വരില്ല, കാരണം ഇത് ഹെഡ് മാസ്റ്റർ എന്ന അർത്ഥമാണ്. അവൻ അവന്റെ തത്വങ്ങൾക്കനുസരിച്ച്, അവന്റെ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിച്ചു എന്നല്ലേ. അപ്പം ആദർശം എന്ന് പറയേണ്ടടുത്ത് പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. പലപ്പോഴും നമ്മൾ കൺഫ്യൂസ് ആക്കുന്ന രണ്ട് പദങ്ങളാണ്. ഒന്ന് പ്രിൻസിപ്പാളും അതുപോലെ തന്നെ പ്രിൻസിപ്പിളും. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ വായിക്കപ്പെടും, എന്നാൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. പ്രിൻസിപ്പിൾ മീൻസ് ആദർശം. എന്താണ് ആദർശം? പ്രീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രസംഗിച്ച് നടക്കുക എന്നൊക്കെയാണ്, പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പം അവൻ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആദർശങ്ങൾ എന്തായിരുന്നോ അതിനനുസരിച്ചായിരുന്നു അവന് ജീവിച്ചത്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ് എന്ത് ആൾക്കാർ അവനെ അഡ്മയർ ചെയ്തത്. അപ്പൊ ഇവിടെ കറക്റ്റ് വാക്ക് ഇതാണ് കേട്ടോ. യെസ്. അടുത്തത്, ടു ഡിസെൻഡ് എ ക്രാക്ഡ് മൗണ്ടൻ however is most difficult and dangerous than to ascend it. ഇപ്പൊ ഇതെങ്ങനെ തുടങ്ങുന്നേ? To ascend a cragged mountain. Cragged എന്ന വാക്കിന്റെ അർത്ഥം എന്താ? cragged, റഫ് എന്നാണ് കേട്ടോ. അത് ഭയങ്കര ഹില്ലി ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള ഒരു പ്രതലത്തിനാണെന്ന് പറയാം ക്രാഗ്ഡ് എന്ന് പറയാം. അപ്പം ക്രാഗ്ഡ് മൗണ്ടൻ ഇറങ്ങുന്നതാണ് എന്തിനേക്കാളും ബുദ്ധിമുട്ട്? അത് കയറുന്നത് കേട്ടോ. അപ്പം ഇറങ്ങുന്നത്, അപ്പം അത്തരത്തിലുള്ള ഒരു ക്രാഗ്ഡ് മൗണ്ടൻ ഇറങ്ങുന്നത് എന്തിനേക്കാൾ ഡിഫിക്കൽട്ടാന്നാ പറയുന്നത്? ആ കയറുന്നതിനേക്കാൾ ഡിഫിക്കൽട്ടും ഡേഞ്ചറസ് ഒന്നുമാണ്. അപ്പൊ ഇവിടെ രണ്ട് പ്രവർത്തനങ്ങളെയാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന്, രണ്ട് പ്രവർത്തനങ്ങളാണ് അല്ലെ. ഒന്ന് ഡിസെൻഡിങ്ങും അസെൻഡിങ്ങും. അപ്പം ഈ ഡിസെൻഡിങ് അസെൻഡിങ്ങിനേക്കാൾ ഡേഞ്ചറസ് എന്നാണ് പറയുന്നത്. കയറുന്നത് ഇറങ്ങുന്നത് കയറുന്നതിനേക്കാൾ അപകടകരമാണ്. അപ്പൊ നമുക്കറിയാം, ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് മറ്റൊന്നിനേക്കാൾ എന്ന് പറയുമ്പോ ഇവിടെ നോക്കിയേ, മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്നാണോ? അല്ല. മോസ്റ്റ് വരുവോ? ഇല്ല. മോസ്റ്റ് ആരാണ്? സൂപ്പർലേറ്റീവ് അല്ലേ. നമുക്ക് എന്താണ് വേണ്ടത്? കമ്പാരിറ്റീവ് ആണ്. അപ്പൊ എന്ത് വരും? മോർ ഡിഫിക്കൽട്ട് ആൻഡ് ഡേഞ്ചറസ് ദാൻ ടു അസെൻഡ് ഇറ്റ് എന്നാണ് വരിക. ഓക്കെ, ഇത് എ ബി ആണെന്ന് വിചാരിക്കുക. രണ്ട് ആക്ഷനല്ലേ കമ്പയർ ചെയ്യുന്നേ? നമുക്കറിയാം, രണ്ട് ഐറ്റംസിനെ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അഡ്ജക്റ്റീവിന്റെ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്? കമ്പാരിറ്റീവ് ഫോം. അപ്പം എല്ലാ അഡ്ജക്റ്റീവ്സിനും മൂന്ന് ഫോംസ് ഉണ്ട്: ബേസ് ഫോം, കമ്പാരിറ്റീവ് ഫോം, സൂപ്പർലേറ്റീവ് ഫോം. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ ഫോം. കമ്പാരിറ്റീവ് ഫോം എന്തിനാ യൂസ് ചെയ്യുന്നത്? രണ്ട് വസ്തുക്കളെ പരസ്പരം കമ്പയർ ചെയ്യാൻ, ഒന്ന് ഇതിനേക്കാൾ മികച്ചതാണ് കുറവാണെന്നൊക്കെ പറയാൻ. മൂന്ന്, സൂപ്പർലേറ്റീവ് ഫോം, അത് യൂസ് ചെയ്യുന്നത് ഒരു കൂട്ടത്തിൽ ഏറ്റവും മികച്ചത്, അതായത് രണ്ടിലധികം ആൾക്കാരെ പരസ്പരം കമ്പയർ ചെയ്യാനാണ് എന്ത് ഈ സൂപ്പർലേറ്റീവ് യൂസ് ചെയ്യുന്നത്. ഒരു കൂട്ടത്തിൽ ഏറ്റവും മികച്ചത് ഏറ്റവും കുറവ് എന്നൊക്കെ പറയാൻ. അപ്പൊ ഇവിടെ കമ്പാരിറ്റീവ് ആണ്. ഇപ്പൊ ഇവിടെ കിടക്കുന്നത് സൂപ്പർലേറ്റീവ് ആണ്, കാരണം മോസ്റ്റ് ചേർത്താൽ സൂപ്പർലേറ്റീവ് ആവും, മോർ ചേർത്താലാണ് കമ്പാരിറ്റീവ് ആവും. അപ്പൊ സൂപ്പർലേറ്റീവ് നമുക്ക് വേണ്ട ആവശ്യമില്ല, കമ്പാരിറ്റീവ് മതി. വി ആർ കമ്പയറിംഗ് ടു ആക്ഷൻസ്. അപ്പം മോർ ഡിഫിക്കൽട്ട് ആൻഡ് ഡേഞ്ചറസ് എന്ന് വരും കേട്ടോ. അപ്പൊ ഇവിടെ എറർ ഈ ഭാഗത്താണ്, മോർ ആണ് ഇവിടെ വരിക എന്ന് മനസ്സിലാക്കുക കേട്ടോ. യെസ്. ഹി ഈസ് വെയിറ്റിംഗ് അറ്റ് എയർപോർട്ട് ടു റിസീവ് മിസ്റ്റർ സ്മിത്ത് ഹു ഈസ് കമ്മിങ് ഫ്രം സൗത്ത് ആഫ്രിക്ക. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന മിസ്റ്റർ സ്മിത്തിനെ സ്വീകരിക്കാൻ വേണ്ടി അവൻ എയർപോർട്ടിൽ പോയി നിൽക്കുകയാണ്. സി, ഇവിടെ നിങ്ങൾ നോക്കി, ഈ ഒരു ഫ്രേസ് നോക്കിയാണ്, അറ്റ് എയർപോർട്ട്. അറ്റ് എയർപോർട്ട്. അങ്ങനെ ചുമ്മാ അറ്റ് എയർപോർട്ട് എന്ന് പറയുമ്പം ഒരു ഭംഗി തോന്നുന്നില്ലല്ലോ. അവിടെ എന്തോ ഒരു വശപ്പശക്കുള്ളത് പോലെ നിങ്ങൾക്ക് വായനയിൽ തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. സി, എയർപോർട്ട് എന്നുള്ളത്
ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ അല്ലേ? അല്ലെ, നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു കൗണ്ടബിൾ നൗൺ അല്ലേ? അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു നിയമമുണ്ട്, ഈ സിംഗുലർ കൗണ്ടബിൾ നൗണിനെ അങ്ങനെ വെറുതെ അങ്ങോട്ട് നിലനിർത്താൻ പറ്റില്ല. They are always preceded by articles. അപ്പൊ അവയ്ക്ക് എന്ത് വേണം? നീഡ് ആർട്ടിക്കിൾസ്. ഒന്നെങ്കിൽ എ വേണം, അല്ലെങ്കിൽ ആൻ വേണം, അല്ലെങ്കിൽ ദ വേണം. ഒരിക്കലും ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിനെ വെറുതെ നിർത്താൻ പറ്റത്തില്ല. ശ്രദ്ധിക്കണേ, സിംഗുലർ കൗണ്ടബിൾ നൗൺ. അപ്പൊ നോക്കിയേ, ഇവിടെ എ വെക്കാൻ പറ്റുമോ? ആൻ വെക്കാൻ പറ്റുമോ? ഇല്ല. ഏതോ ഒരു എന്ന അർത്ഥത്തിലാണ്, ഇന്ന ഒന്നും അല്ല, ഏതോ ഒരു എന്ന അർത്ഥത്തിലാണ് എന്ത് ഈ എയും ആനും ഉപയോഗിക്കുന്നത്. അപ്പം ഏതോ ഒരു എയർപോർട്ടിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത്? ഒരിക്കലുമല്ല. മിസ്റ്റർ സ്മിത്ത്, അതായത് സൗത്ത് ആഫ്രിക്കയിൽ എന്തായാലും മിസ്റ്റർ സ്മിത്ത് ഇല്ലേ, ആ സ്മിത്ത് ഇറങ്ങുന്ന എയർപോർട്ടിലാണ് എന്ത് അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് എ പെർട്ടിക്കുലർ എയർപോർട്ട്, അല്ലെ? ഇന്ന എയർപോർട്ട് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോ എന്തുപയോഗിക്കണം? അറ്റ് ദ എയർപോർട്ട് എന്ന് വേണം. ചുമ്മാ എയർപോർട്ട് എന്ന് പറയരുത്. അതിന്റെ കാരണം ഞാൻ ഓൾറെഡി പ്രസ്താവിച്ചു. അപ്പം അറ്റ് ദ എയർപോർട്ട് എന്ന് പറയുമ്പോഴാണ് എന്ത് ദ സെന്റൻസ് ബിക്കംസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഓക്കെ, അടുത്തത് she forbade him not to enter that room. ഈ forbade എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ക്രിയേറ്റ് ഫോർബിഡ്. ഫോർബിഡ് എന്ന പദമാണ് ഫോർബിഡ്. ഫോർബിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിലക്കുക എന്നാണ്, അല്ലെ? വിലക്കുക. ഇവിടെ ശ്രദ്ധിച്ചത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടണം നിർബന്ധമില്ല ഒറ്റ വായനയിൽ. അവൾ വിലക്കി എന്നാണ്. അവനെ അവൾ വിലക്കി. എന്തിനാ? ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അവനെ അവൾ വിലക്കി എന്നാണ് പറയുക. അപ്പം വിലക്ക് എന്ന് പറഞ്ഞാൽ നോട്ട് അലൗ എന്നല്ലേ? നോട്ട് അലൗ എന്നാണ്. ഈ വേർഡ് തന്നെ ഒരു നെഗറ്റീവ് സെൻസ് ആണ്, അല്ലെ? നെഗറ്റീവ് സെൻസ് ആണ്. ഈ ഫോർബൈഡ് എന്ന വാക്ക് എന്താണ്? നെഗറ്റീവ് അർത്ഥമാണ്. നോട്ട് അലൗ തന്നെയാണ് ഇതിന്റെ മീനിങ്. പിന്നെ വീണ്ടും ഇവിടെ ഒരു നോട്ടിന്റെ ആവശ്യമുണ്ടോ? വേണ്ട. ഒരിക്കലും ഒരു സെന്റൻസിൽ ഡബിൾ നെഗറ്റീവ് വരുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഡബിൾ നെഗറ്റീവ്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഫോർവേഡ് ഓൾറെഡി നെഗറ്റീവ് കനോട്ടേഷൻ ആയതുകൊണ്ട് അതിന്റെ കൂടെ എന്ത് വേണ്ട? നോട്ട് വേണ്ട. നമുക്ക് ഡയറക്ട്ലി ടു ഇങ്ങോട്ടേക്ക് ബന്ധിപ്പിക്കാം. ദർ ഇസ് നോ നീഡ് ഓഫ് നോട്ട്. അതിന്റെ ഇൻ ബിറ്റ്വീൻ അതിന്റെ ഒരു നോട്ടിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എങ്ങനെ വായിക്കാം? ഷി ഫോർബൈഡ് ഹിം ടു എൻ്റർ ദാറ്റ് റൂം എന്നാണ് കറക്റ്റ് ആയിട്ട് വായിക്കുമ്പോൾ. ഓക്കെ, യെസ്. സാം ആൻഡ് ടീന had wondering what to do this weekend. അപ്പൊ ഈ വീക്കെൻഡിൽ നമ്മളൊക്കെ വീക്കെൻഡിൽ ചിന്തിക്കുന്നത് പോലെ ഞായറാഴ്ച എന്ത് ചെയ്യും എന്നാര് ചിന്തിക്കുകയാണ്? സാം ആൻഡ് ടീന. ഇവിടെ നോക്കിയേ, ഇതല്ലേ സബ്ജക്ട്? സെന്റൻസിന്റെ സബ്ജക്ട് അല്ലേ ഇത്? യെസ്, ഓഫ് കോഴ്സ്. ഇവിടെ ഒരു ഹാഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഏതാ ടെൻസ്? ഹാഡിന് ശേഷം ഒരു മെയിൻ വെർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, ഹാഡ് എന്ന ഓക്സിലറി വെർബിന് ശേഷം ഒരു മെയിൻ വെർബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഏത് ഫോമിലായിരിക്കണം? V3 ഫോർമാറ്റിലായിരിക്കണം. അപ്പം ഈ വണ്ടർ എന്ന് പറയുന്ന വെർബ് ഒരു റെഗുലർ വെർബ് ആയതുകൊണ്ട് വണ്ടർ, വണ്ടേർഡ്, വണ്ടേർഡ്. അപ്പൊ വണ്ടറിങ് എന്ന് വരില്ല, വണ്ടേർഡ് എന്നതാണ് വരിക. അതിന്റെ കാരണം എന്ന് വെച്ചാല് സബ്ജക്റ്റ് പിന്നെ ഹാഡ് വന്നിട്ടുള്ളതെങ്കിൽ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3, ഇതാണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇനി യെസ്, ഇപ്പൊ സബ്ജക്റ്റ് ഉണ്ട്, ഹാഡ് ഉണ്ട്, തൊട്ടപ്പുറത്ത് എന്ത്? ക്രിയയുടെ ഏത് രൂപം മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ? V3 മാത്രമേ ഉള്ളൂ. മറ്റൊരു ക്രിയാരൂപങ്ങളും അവിടെ വെക്കരുത്. അതാണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ. ഇനി എന്തിനാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്? അത് ഭൂതകാലത്തിൽ ഒരു പോയിന്റിന് മുന്നേ ഓൾറെഡി കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. യൂസ് ഇട്ട് യെസ്, ഭൂതകാലത്തില് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ആക്ഷന് മുന്നേ ഓൾറെഡി ഒരു കാര്യം സംഭവിച്ചിരുന്നു എന്ന് കാണിക്കാനാണ് എന്ത് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക.
ഫോർ എക്സാമ്പിൾ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയിരുന്നു. അതെങ്ങനെ പറയാം? അങ്ങനെ പറയാം, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയിരുന്നു. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഓക്കെ, ക്ലിയർ? യെസ്. You know that I'm fond of reading and also that all books are my favorite, but you don't know that this is one of my favorite book. അപ്പം എന്താണ് ഈ ഫോണ്ട് ഓഫ് എന്ന ഫ്രേസിന്റെ അർത്ഥം? ഫോണ്ട് ഓഫ് മീൻസ് ലൈക്കിംഗ് എന്നാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമാണെങ്കിലേ അതെങ്ങനെ പറയാം? ഫോണ്ട് ഓഫ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണെങ്കിൽ ഞാൻ എങ്ങനെ പറയണം? I am fond of teaching. I am fond of teaching. കണ്ടോ? യെസ്. അപ്പം ഞാൻ എനിക്ക് റീഡിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് നിനക്കറിയാം. അതുപോലെ തന്നെ എല്ലാ ബുക്കുകളും എന്റെ ഫേവറേറ്റ് ആണെന്നും നിനക്കറിയാം. പക്ഷെ നിനക്ക് അറിയാത്തൊരു കാര്യം എന്താണ്? ഇത് എന്റെ ഫേവറേറ്റ് ബുക്സിൽ ഒരെണ്ണമാണ്. ഇവിടെ നോക്കിയേ, ഈ ഫ്രേസ് നോക്കിയേ, വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്ക് അല്ല, ബുക്സ് എന്ന് ചേർത്ത് പറയണം. കാരണം നമ്മുടെ നിയമം ഇതാണ്, വൺ ഓഫിന് ശേഷം എപ്പോഴും നമ്മൾ എന്താണ്? പ്ലൂരൽ നൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇത്രമാത്രം പഠിച്ചു വെച്ചാൽ മതി. വൺ ഓഫ് ഉണ്ടോ, അതിന്റെ തൊട്ടപ്പുറത്ത് എന്തുണ്ടായിരിക്കണം? ഒരു പ്ലൂരൽ നൗൺ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ഫേവറേറ്റ് ബുക്ക് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ലോജിക്കലായിട്ടും കൂടി ചിന്തിച്ചു നോക്കിയേ. എനിക്കിപ്പോ ഒരു 15 ഫേവറേറ്റ് ബുക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരെണ്ണമാണ് ഇത്. എനിക്ക് ധാരാളം ഫേവറേറ്റ് ബുക്സ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്സ് എന്ന് പറയുമ്പോഴാണ് അത് ശരിയായി മാറുന്നത്. കേവലം ബുക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൂർണ്ണമാവുകയില്ല. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വായിക്കുമ്പം നോയർ കുത്താൻ തോന്നുന്ന ചോദ്യമാണ്. അപ്പം ഇത്തരം ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളെ സൂക്ഷിക്കുക. പക്ഷെ കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇതൊന്നും വലിയ ട്രിക്കി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലെ? വളരെ പെട്ടെന്ന് നമുക്കിത് പരിചയമുണ്ട്. യെസ്, അപ്പം കൃത്യമായ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് 4 സെന്റൻസസ് ഉണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഗ്രമാറ്റിക്കൽ എറർ ഉള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ അതിനകത്ത് ഏതോ ഒന്നില് ഒരു തെറ്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏതാണത്? This is a very difficult task to accomplish. A young boy offered her his seat. I wish I had eraser to erase all the mistakes in my life. ചിലപ്പോഴൊക്കെ നമ്മൾ ആശിക്കാറുണ്ട്, അല്ലേ? എന്റെ ജീവിതത്തിലെ തെറ്റുകൾ മായ്ക്കാൻ എനിക്കൊരു റബ്ബർ ഉണ്ടായിരുന്നെങ്കിൽ. I have a lot of work to complete. ഇതിനകത്ത് തെറ്റെന്നുള്ളത് ഓപ്ഷൻ സി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണോ, അതിന്റെ കൂടെ എന്ത് വേണം? ആർട്ടിക്കിൾ വേണം. അല്ലാതെ വെറുതെ നിൽക്കുന്ന ഒരു പരിപാടി ഇല്ല കേട്ടോ. ഇപ്പൊ സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണോ, ആർട്ടിക്കിൾ വേണം. ഇവിടെ എവിടെ ആർട്ടിക്കിൾ ഇല്ലാത്ത? നിങ്ങൾ വായിച്ചു നോക്കിയേ. ഐ വിഷ് ഐ ഹാഡ് ഇറേസർ. ഈ ഇറേസർ എന്നുള്ളത് കൗണ്ടബിൾ അല്ലേ? ഇറേസേഴ്സ്, 2 ഇറേസേഴ്സ്, 3 ഇറേസേഴ്സ്, 4 ഇറേസേഴ്സ്. അപ്പൊ ഇതെന്താണ്? സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ ചുമ്മാ വെക്കാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. ആരെ കൊടുക്കണം? ആർട്ടിക്കിളിനെ കൊടുക്കണം. ഏതൊക്കെ ആർട്ടിക്കിൾ? എ ആൻഡ് ദ. നമുക്കിവിടെ ദ വേണ്ട. ഇന്ന ഇറേസർ തന്നെ വേണം നിർബന്ധമുണ്ടോ? ഇല്ല. ഏതോ ഒരു ഇറേസർ എന്നാണ്. അപ്പം എയിലും ആനിലും ഏത് ഉപയോഗിക്കാം? എ ആനിൽ ഏത് ഉപയോഗിക്കാം? ഇത് വവൽ ശബ്ദത്തിലല്ലേ തുടങ്ങുന്നത്? ഇറേസർ, ഇ വവൽ ശബ്ദമല്ലേ? വവൽ ശബ്ദത്തിൽ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വേണം? ആൻ കൊടുക്കണം. ഇവിടെ എന്തില്ല? ഒരു ആൻ ഇല്ലാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത് തെറ്റായി മാറുന്നത്. ഇതൊക്കെ ഭയങ്കര കറക്റ്റ് ആണ്. ഡിഫിക്കൽട്ട് അഡ്ജക്റ്റീവ് ആണ്. ടാസ്ക് എന്ന് പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്നു. ഇത് ആഡ്വർബ് ആണ്. ടു അക്കംപ്ലിഷ് ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണ്. ഇവിടെ യങ് ബോയ് സബ്ജക്റ്റ്, വെർബ്. ഇതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ ഇതിനകത്തൊന്നും ഒരു തെറ്റില്ല. ഐ ഹാവ് എ ലോഡ് ഓഫ് വർക്ക്. ഈ വർക്ക് എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. അപ്പൊ അതിനെ പ്ലൂരൽ ആക്കാൻ കഴിയാത്തത് കൊണ്ട് എ ലോട്ട് ഓഫ് എന്ന ക്വാണ്ടിഫയർ ചേർത്തിരിക്കുന്നു. ഇവിടെയും പർപ്പസിനെ സൂചിപ്പിക്കുന്ന ഇൻഫിനിറ്റീവ് ഫ്രേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണ്. ഇത് മാത്രമാണ് തെറ്റായിട്ട് കിടക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ അതിന്റെ തെറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. In addition with the existing crisis in economy, the rise of hunger index is another cause of worry.
അതായത് ഇപ്പം നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്, എന്നാൽ അതുകൂടാതെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. എന്താണത്? ദ റൈസ് ഓഫ് ഹങ്കർ ഇൻഡെക്സ്. അത് മറ്റൊരു പ്രശ്നം കൂടിയാണെന്ന് പറയുകയാണ് അല്ലെ. ഇപ്പൊ നിലനിൽക്കുന്നത് കൂടാതെ എന്തുകൂടി ഉണ്ട്? പുതിയൊരു ഹങ്കർ ഇൻഡെക്സിന്റെ റൈസ്, അതുകൂടി ഒരു എന്താണ് പറയാ, നമ്മളെ വിഷമത്തിലാക്കുന്ന അല്ലെ പ്രശ്നത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പം ഇത് മാത്രമല്ല, മറ്റൊന്നു കൂടിയുണ്ട്. ഇപ്പൊ നിലനിൽക്കുന്ന പ്രശ്നം മാത്രമല്ല, മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടെന്ന് പറയാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ അഡിഷൻ വിത്ത് എന്നാണ്. ഈ ഇൻ അഡിഷൻ നമുക്കറിയാം എന്തിനാണ്? ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം ഇൻ അഡിഷന്റെ കൂടെ എപ്പോഴും ടു ആണ് ഉപയോഗിക്കുക. നമ്മള് ഇൻ അഡിഷൻ ടു എന്നാണ് പറയാ കേട്ടോ. എന്തിനാ ഉപയോഗിക്കുന്നത്? ടു ആഡ് എക്സ്ട്രാ ഇൻഫർമേഷൻ. ഇത് മാത്രമല്ല, മറ്റൊന്നുകൂടിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ അഡിഷൻ. അപ്പൊ ഇൻ അഡിഷന്റെ കൂടെ വിത്ത് അല്ല യൂസ് ചെയ്യുന്നത്, ടു ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. യെസ്. ജെറി ഡ്രൈവിംഗ് ഹോം ലേറ്റ് when the incident took place. ജെറി എന്ത് ചെയ്യായിരുന്നു? ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോ? ഇത് ടൈം ക്ലോസ് ആണ് കേട്ടോ. എപ്പോഴായിരുന്നു? ആ സംഭവം നടന്നപ്പോ. ടുക്ക് പ്ലേസ്, ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ എന്നാണ് കേട്ടോ അർത്ഥം. ഹാപ്പൻ, സംഭവിക്കുക എന്നാണ്. ഓക്കെ, സംഭവിക്കുക. അപ്പം ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചപ്പോ ജെറി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു സബ്ജക്റ്റിന് ശേഷം അങ്ങനെ ഡയറക്ട്ലി ഒരു ing ചേർത്ത് വെക്കാൻ പറ്റില്ല. ടെൻസിന്റെ ഫോർമാറ്റ് കൃത്യമായിരിക്കണം. ഇത് സംഭവിച്ചു കഴിഞ്ഞതല്ലേ? ആ സംഭവിച്ചു കഴിഞ്ഞ സമയത്ത് അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അല്ലെ. അപ്പം ഭൂതകാലത്ത് ഒരു പ്രത്യേക പോയിന്റിൽ, ഭൂതകാലത്ത് ഒരു പ്രത്യേക പോയിന്റ്, അതായത് ആ സംഭവം നടന്നപ്പോ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഡ്രൈവിംഗ് ആയിരുന്നു അല്ലെ. ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പം ഈ സംഭവം നടന്നപ്പോ അവൻ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഭൂതകാലത്ത് ഒരു പ്രത്യേക പോയിന്റ് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഏത് ടെൻസാ യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ing. ഇതാണ് പാസ്റ്റ് എന്താണ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ജെറി സിംഗുലർ അല്ലേ, അപ്പം എസ് ഉൾപ്പെട്ട സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. അപ്പം ജെറി വാസ് ഡ്രൈവിംഗ് എന്ന് വരും കേട്ടോ. ജെറി വാസ് ഡ്രൈവിംഗ് ഹോം ലേറ്റ് when the incident took place. ഇപ്പൊ കൂട്ടി വായിക്കുമ്പോൾ അർത്ഥപൂർണമായി, കുഴപ്പമില്ല. യെസ്, ഇവിടെയും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗ്രാമാറ്റിക്കൽ എറർ ഉള്ള ഒരു സെന്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വായിച്ചു നോക്കാം. He usually walks a dog in the park every morning. The train leaves the station at 8 AM. എല്ലാ ദിവസവും ട്രെയിൻ 8 മണിക്ക് എടുക്കുന്നു. അതുപോലെ അവർ ചെസ് ഒരുമിച്ച് എല്ലാ വീക്കെൻഡിലും കളിക്കുന്നു. എല്ലാ മോർണിംഗിലും അവൾ അവളുടെ പട്ടിയെയും കൊണ്ട് നടക്കാൻ പോകുന്നു. ഇവിടെ നോക്കിയാൽ എവറി മോർണിംഗ്, എവറി ഡേ, വീക്കെൻഡ്സ്. അപ്പം ഇതൊക്കെ എന്താണ്? ഹാബിച്വൽ ആക്ഷൻ ആണ് അല്ലെ. ഇതൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഇതൊക്കെ അവളുടെ റുട്ടീൻസ് ആണ്, ഹാബിച്വൽ ആക്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹാബിച്വൽ ആക്ഷൻ പറയണമെങ്കിൽ ഏത് ടെൻസിൽ പറയണം? സിമ്പിൾ പ്രസന്റിൽ പറയണം. ഏത് ടെൻസാ? സിമ്പിൾ പ്രസന്റ്. എന്താണ് സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ? വളരെ സിമ്പിൾ ആണ്, പേര് പോലെ തന്നെ. സബ്ജക്റ്റ് പ്ലസ് V1. ഈ സബ്ജക്റ്റും ഒരു V1 ചേർത്ത് എന്ത് കിട്ടും? സിമ്പിൾ പ്രസന്റ് കിട്ടും കേട്ടോ. ഇവിടെ നോക്കിയേ, ഷീ യൂഷ്വലി വാക്സ്, സബ്ജക്റ്റ്, പിന്നെ V1 സിംഗുലർ, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇത് സിംഗുലർ ആണ്. ദ ട്രെയിൻ ലീവ്സ്, സബ്ജക്റ്റ് സിംഗുലർ ആണ്, വെർബും സിംഗുലർ ആണ്. V1 തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സബ്ജക്റ്റ് പ്ലസ് V1, ഇതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ, സബ്ജക്റ്റ് ഹി എന്ന് പറഞ്ഞ അവനല്ലേ, ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പൊ നമുക്കറിയാം, നമുക്കൊരു നിയമം ഉണ്ട്. എന്താണ്? ഒരിക്കലും തെറ്റിക്കാൻ പാടാത്ത ഒരു നിയമം ഏതാ? SVS, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന വെർബും
പ്ലൂരൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ സബ്ജക്ട് സിംഗുലർ അല്ലേ? അപ്പൊ ഇവിടെ ഡു പാടുണ്ടോ? ഡു പ്ലൂരൽ അല്ലേ? ഡു പ്ലൂരൽ ആണ്. സിംഗുലർ ആരാ? ഡസ് ആണ് സിംഗുലർ. അപ്പൊ നമുക്ക് ആരെ എടുക്കാം? ഡസിനെ എടുക്കാം. അപ്പം ഇവിടെ എന്ത് വരും? ഡസന്റ് എന്ന് വരും കേട്ടോ. ഹി ഡസന്റ് ലൈക്ക്. അപ്പം ഈ ഓപ്ഷൻ ഡി ആണ് പ്രശ്നക്കാരൻ. ഹി ഡസന്റ് ലൈക്ക് സ്പൈസി ഫുഡ്. അവന് എരിവുള്ള ഭക്ഷണം ഇഷ്ടമല്ല. ഓക്കെ, യെസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യെസ്. അപ്പം ഐ, വി, യു, ദേ ഇവയുടെ കൂടെ എന്തേ പോകത്തുള്ളൂ? ഡു എ പോകത്തുള്ളൂ. ഹി, ഷീ, ഇറ്റ് അതിന്റെ കൂടെ എന്ത് ഉപയോഗിക്കണം? ഡസ് ഉപയോഗിക്കണം. അതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ നിയമം. ഓക്കെ, യെസ്. ഓക്കെ, അടുത്തത് നമ്മൾ ഇത്ര നേരം തെറ്റ് കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ? എന്നാൽ ഇത് ശരിയായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. A lot of books in notes placed in order look most fascinating. A lot of books in notes placed in order. അപ്പം ഇത്രയുള്ളത് ഉദ്ദേശിക്കുന്നത് എല്ലാം ഒരേ സെന്റൻസ് തന്നെയാണ്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് വളരെ ഓർഡറിൽ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഓർഡറിൽ അടുക്കി വെച്ചിരിക്കുന്ന, പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളും ബുക്കുകളും വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് കാണപ്പെടുന്നു. അതാണ് പറയേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ചേ, വളരെ ശ്രദ്ധിച്ചു നോക്കുക. ഇത് ഒറ്റ വായന നോക്കുമ്പോൾ വളരെ വലിപ്പമുള്ള അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തോ പോലെ തോന്നും. പക്ഷെ വെരി സിമ്പിൾ ആണ്. സബ്ജക്ട് ഏതാ ഇതിനകത്തെ? സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെന്റൻസിൽ ആരെ പറ്റിയിട്ടാണോ പ്രധാനമായിട്ട് സംസാരിക്കപ്പെടുന്നത്, അതാണ് സബ്ജക്ട്. ഇവിടെ ആരെ കുറിച്ചാ പറയുന്നേ? ഇതല്ലടാ സബ്ജക്ട്. എ ലോട്ട് ഓഫ് ബുക്സ് ആൻഡ് നോട്ട്സ് പ്ലേസ്ഡ് ഇൻ ഓർഡർ. ഓർഡറിൽ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, അത് ഫാസിനേറ്റിംഗ് ആയിട്ട് കാണപ്പെടുന്നു എന്നല്ല പറയുന്നത്. അപ്പം ഏതിനെ കുറിച്ചാ പറയുന്നത്? ഓർഡറിൽ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളെ, നോട്ട്ബുക്കുകളെ കുറിച്ചാ പറയുന്നത്. അപ്പം ഇതാണ് സബ്ജക്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലായി. സബ്ജക്റ്റില് ഒരുപാട് നോട്ട്ബുക്സും പേനകളൊക്കെ ഉണ്ട് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെ? സബ്ജക്ട് എന്നുള്ളത് പ്ലൂരലാണ്. ഇപ്പൊ സബ്ജക്ട് പ്ലൂരൽ ആയാൽ സ്വാഭാവികമായും വെർബ് എന്താവും? പ്ലൂരൽ ആവണം. വെർബ് പ്ലൂരൽ ആണോ എന്ന് എങ്ങനെയാ നോക്കുന്നേ? V1 മാത്രമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ വെർബ് പ്ലൂരൽ. ഈ V1ന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേരുമ്പോഴാണെന്ത്? സിംഗുലർ ആകുന്നത്. V1 പ്ലസ് എസ് ഓർ ഇഎസ് ആണെന്ത്? സിംഗുലർ. സിംഗുലർ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ സിംഗുലർ വേണ്ട. എസും ഇഎസും ചേരാത്ത V1 മാത്രം മതി. അങ്ങനെ ആകുമ്പോ അല്ലാതെ എലിമിനേറ്റ് ചെയ്ത് ഇവിടെ ലുക്സ് പോയി. കാരണം സിംഗുലർ വെർബാണ്. സബ്ജക്ട് പ്ലൂരൽ ആണ്, സിംഗുലർ വെർബ് മിസ്മാച്ച് വരും, പറ്റില്ല. ഇവിടെ ലുക്സ് ആണ്. രണ്ടെണ്ണം തട്ടിക്കളയത്. സിയും ഡിയും എന്തായാലും വരില്ല, അതോടുകൂടി പോയി. പിന്നെ ഉള്ളത് എയും ബിയും ആണ്. പക്ഷെ എയുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് സി അടുക്കി വെച്ചിരിക്കപ്പെട്ട് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നതല്ല പറയേണ്ടത്. അപ്പൊ കേവലം പ്ലേസ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്ലേസ്ഡ് എന്ന് പറയുമ്പോഴല്ലേ അടുക്കി വെച്ചിരിക്കപ്പെട്ടിരിക്കുന്നതല്ലേ. അപ്പം പ്ലേസ്ഡ് എന്ന് വരണം. കേവലം പ്ലേസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. പ്ലൂരൽ വെർബ്, പ്ലൂരൽ സബ്ജക്ട്. പക്ഷെ ഈ ഒരു അഡ്ജക്റ്റീവ് മാത്രം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രം പ്രോപ്പറായി വന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ തെറ്റ് വരുന്നത് കേട്ടോ. യെസ്, ഹി മിസ്ഡ് ദ കോളേജ് ബസ് ബിക്കോസ് ഹി വോക്ക് അപ്പ് ലേറ്റ്ലി ഇൻ ദ മോർണിംഗ്. നമുക്കൊക്കെ ഒരുപാട് പറ്റിയിരിക്കുന്നതാണല്ലേ, എത്രയോ ബസ്സുകൾ മിസ്സായിരിക്കുന്നു അല്ലേ. യെസ്, അപ്പം എന്താ കാരണം? ബിക്കോസ് ഹി വോക്ക് അപ്പ് ലേറ്റായി എണീറ്റു എന്നല്ലേ. അവിടെ എന്തിനാ ഈ ലേറ്റ്ലി എഴുതിയിരിക്കുന്നത്? ഈ ലേറ്റ്ലിയുടെ അർത്ഥം എന്താണെന്നറിയോ? ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ റീസെന്റ്ലി എന്നാണ്. റീസെന്റ്ലി, ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒക്കെ ഉപയോഗിക്കാം ലേറ്റ്ലി. ഐ ഹാവ് നോട്ട് സീൻ ഹിം ലേറ്റ്ലി. ഞാൻ ഈ ദിവസങ്ങളിൽ അവനെ കണ്ടിട്ടില്ല. റീസെന്റ്ലി എന്ന അർത്ഥമാണ്. നമുക്കവിടെ LY വേണോ? വേണ്ട. നമുക്കവിടെ കേവലം
ലേറ്റ് മാത്രം മതി. നോട്ട് ലേറ്റ്ലി കേട്ടോ. ബസ് മിസ്സായതിന്റെ കാരണം ലേറ്റ് ആയതല്ലേ. ലേറ്റ്ലി എന്ന് പറഞ്ഞ അർത്ഥം മാറിപ്പോയി, സെപ്പറേറ്റ് അർത്ഥമാണ്, ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല കേട്ടോ. യെസ് യെസ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രസന്റ് ടെൻസ് തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഓപ്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഈ പ്രസന്റ് ടെൻസ് തന്നെ സിമ്പിൾ ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഈ 4 ടെൻസുകളിൽ ഏതാണ് ഈ തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ പെയിന്റർ ഈസ് പെയിന്റിംഗ് ദ വാൾ റൈറ്റ് നൗ. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, ഈസ്, ആം, ആറ് പ്ലസ് ing. ഇതാണെന്ത്? ഇതേതാ? പ്രസന്റ് കണ്ടിന്യൂസ്. എന്തിനാ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പം ഈ പെയിന്റർ ഇപ്പൊ അല്ല പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ശരിയല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് അവിടെ കറക്റ്റ്. ഇനി അടുത്തത് മദർ, സബ്ജക്റ്റ് പ്ലസ് V1. ആരാ? നേരത്തെ നമ്മൾ കണ്ടു, സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ. അപ്പം ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതെന്താണ്? ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ പൊതുവായിട്ടുള്ള സത്യങ്ങള്, ഹബിച്വൽ ആക്ഷൻസ്, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെയും പ്രശ്നമില്ല. ഇനി അടുത്തത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഏതാ ടെൻസ്? പ്രസന്റ് പെർഫെക്റ്റ്. എന്തിനാ യൂസ് ചെയ്യുന്നേ? അതായത് ഇപ്പോഴും റെലവന്റ് ആയിട്ടുള്ള ഭൂതകാലത്ത് നടന്ന ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് ആക്ഷൻ ബട്ട് സ്റ്റിൽ റെലവന്റ്. അതായത് ഇപ്പോഴും റെലവന്റ് ആയിട്ടിരിക്കുന്ന അല്ലെ, വർത്തമാനകാലവുമായിട്ട് ബന്ധമുള്ള ഭൂതകാലത്ത് സംഭവിച്ച കൃത്യമായിട്ട് ടൈം പറയാത്ത ആക്ഷൻസിനെ എന്തിൽ പറയാം? പ്രസന്റ് പെർഫെക്റ്റ് പറയാം. അപ്പം ഐ ഹാവ് പെർഫോംഡ് ഓൾ മൈ ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റി. അതിന്റെ ഫലം ഇപ്പോഴും ഒരുപക്ഷെ അയാൾ അനുഭവിക്കുന്നുണ്ടാകാം. ഭൂതകാലത്ത് എന്നോ കഴിഞ്ഞ ഒരു കാര്യമാണ് ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫലം ഇപ്പോഴും ഉണ്ട്. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് തന്നെ പറയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഐ ആം ഒബ്സർവിങ്. ഏതാ? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഫോർ ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഭൂതകാലത്ത് തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഭൂതകാലത്ത് പാസ്റ്റിലെ ഒരു പോയിന്റില് അവിടുന്ന് ഒരു പ്രവർത്തനം തുടങ്ങി ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ടൈം ഓഫ് സ്പീക്കിംഗ് ആണെന്ന് വിചാരിക്കുക. ഇത് ഭൂതകാലത്ത് അരമണിക്കൂർ മുമ്പ് ഒരു പ്രവർത്തനം തുടങ്ങി, ഇങ്ങനെ തുടങ്ങി വർത്തമാന കാലത്തും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാ പറയുക. അതേതാ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീന് പ്ലസ് ing. ഈ ടെൻസിലാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും? ഐ ഹാവ് ബീൻ ഒബ്സർവിങ് എന്ന് വരും കേട്ടോ. ഐ ഹാവ് ബീൻ ഒബ്സർവിങ് ഇവിടെ അതാണ്. കാരണം ഇവിടെ ഫോർ ഹാഫ് ആൻ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഭൂതകാലത്ത് തുടങ്ങി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. യെസ്. അടുത്തത് വീണ്ടും ഗ്രാമർ തെറ്റുള്ള ഒരു സെന്റൻസ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. See, the cat is sleeping on a mat. She's an artist. Can you bring me the keys to the... See, ഇവിടെ നോക്കി, ഒറ്റ നോട്ടത്തിൽ തന്നെ an information. എന്ത് തരം നൗണാ? അൺകൗണ്ടബിൾ നൗൺ ആണ്. എടാ, നമ്മൾ ഈ കൗണ്ടബിൾ എന്ന സെൻസിൽ ഈ ഒരു എന്ന അർത്ഥത്തിലല്ലേ എയും ആനും ഉപയോഗിക്കുന്നത്. അപ്പം ഒരു സംഗതി അൺകൗണ്ടബിൾ ആണെന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഈ പറഞ്ഞ എയും ആനും ഉപയോഗിക്കേണ്ട ആവശ്യകത ഉണ്ടോ? വേണ്ട. ഒരിക്കലും ഒരു അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും ഡു നോട്ട് യൂസ് എന്താണ്? എ
ഓർ ആൻ. അതൊരു നിയമമാണ്. അൺകൗണ്ടബിൾ നൗൺ ആണോ എന്ത് പാടില്ല? എയും ആനും പാടില്ല. കാരണം എയും ആനും കൗണ്ടബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്, എണ്ണപ്പെടാൻ കഴിയുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ആന് വേണ്ട. അപ്പം ഏതൊക്കെയാ പ്രധാനപ്പെട്ട അൺകൗണ്ടബിൾ നൗൺസ്? ഞാൻ 2-3 ഇവിടെ എഴുതാം. ഇൻഫർമേഷൻ, ലഗേജ്, ഫർണിച്ചർ, യെസ്, ഇതൊക്കെയാണ് അൺകൗണ്ടബിൾ നൗൺസ്. ഓർമ്മയിലുള്ള ചിലത് എഴുതിയെന്ന് മാത്രം. അപ്പം അൺകൗണ്ടബിൾ ആണെങ്കിൽ അതെപ്പോഴും സിംഗുലർ ആയിരിക്കും. അതിന്റെ കൂടെ എയും ആനും ഉപയോഗിക്കാൻ പാടില്ല. അതിനെന്തില്ല? പ്ലൂരൽ ഫോമും ഇല്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിലിരിക്കണം കേട്ടോ. അൺകൗണ്ടബിൾ നൗൺസിന്റെ ലിസ്റ്റ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ദ കാറ്റ് ഈസ് സ്ലീപ്പിംഗ്, ടെൻസ് കറക്റ്റ് ആണ്. സബ്ജക്ട് ഓർ എഗ്രിമെന്റ് കറക്റ്റ് ആണ്. ഷീസ് ആൻ ആർട്ടിസ്റ്റ്, എവിടെ? അറ്റ് എ ലോക്കൽ ഗാലറി. ഇത് ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഓക്സിലറി സബ്ജക്റ്റിന് മുന്നേ വന്നിരിക്കുന്നു. കൻ യു ബ്രിങ് മീ ദ കീസ് ടു ദ കാർ, കറക്റ്റ് ആണ് കേട്ടോ. ഇവിടെ എല്ലാം കറക്റ്റ് ആണ്. ഇത് മാത്രമാണ് തെറ്റ് വരുന്നത് കേട്ടോ. യെസ്, whenever she is coming here she brings many gifts for everyone. അപ്പൊ അവൾ എപ്പോഴൊക്കെ വന്നാലും എന്തുണ്ടാവും? അവളുടെ കയ്യിൽ ധാരാളം ഗിഫ്റ്റുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം whenever she is coming, ഈ whenever എന്നുള്ളത് ഹാബിറ്റിനെ സൂചിപ്പിക്കുന്നതല്ലേ? ഹാബിറ്റ്. അപ്പം ഹാബിറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഏത് ടെൻസിലേ പാടുള്ളൂ? സബ്ജക്റ്റ് പ്ലസ് V1, സിമ്പിൾ പ്രസന്റിലേ പാടുള്ളൂ. അതങ്ങനെ അവതരിപ്പിക്കാനേ പാടുള്ളൂ. അപ്പം ഷീ ഈസ് കമ്മിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? അപ്പൊ അങ്ങനെ വരില്ല. ഷീ കംസ്. whenever she comes, എപ്പോഴൊക്കെയാണോ അവൾ വരുന്നത്, ഇവിടെ വരുന്നത്, she brings many gifts for everyone. അപ്പം ഈ whenever ഒക്കെ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും ഹാബിറ്റിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റിൽ പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ, ആ ഒരു ക്ലോസ്. യെസ്, having known that the train was already on the platform, they ran fastly to catch it. അപ്പം ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്ന വിവരം അറിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തു? വേഗത്തിൽ അത് പിടിക്കാൻ വേണ്ടി ഓടി എന്നാണ് പറയാം. അപ്പം ഹാവിങ് നോട്ട്, ഹാവിങ് പ്ലസ് ക്രിയയുടെ മൂന്നാമത്തെ രൂപത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. എന്തിന് ഈ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നതെന്നറിയോ? ഒരു കാര്യത്തിന് ശേഷം മറ്റൊന്ന് സംഭവിച്ചു എന്ന് പറയുമ്പോഴാണ് എന്ത് ഈ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്യുക. അപ്പം ആദ്യം നടന്ന കാര്യം, ആദ്യം എന്താ നടന്നത്? ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന കാര്യം അവർ അറിഞ്ഞു എന്നുള്ളതാണ് അല്ലെ? അതിനുശേഷമല്ലേ അവർ ഓടുന്നത്? അപ്പം ആദ്യം നടന്ന കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാനാണ് ഹാവിങ് പ്ലസ് V3 വന്നിരിക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ കാര്യം എക്സ്പ്രസ് ചെയ്ത രീതി ഒന്ന് നോക്കിയേ. ദേ റാൻ ഫാസ്റ്റ്ലി. ദേ റാൻ ഫാസ്റ്റ്ലി എന്ന് പറയില്ല, തെറ്റാണ്. ഫാസ്റ്റ് എന്ന് മാത്രം മതി കേട്ടോ. ഫാസ്റ്റ് ആണ് ശരി. അപ്പം LY വേണ്ട. they ran fast. അപ്പം he ran, അവൻ നന്നായി ഓടി, വേഗത്തിൽ ഓടി എന്ന് കാണിക്കുന്നതിന് he ran fast എന്നാണ്. അപ്പം ഇത് ആഡ്വർബ് ആണ് കേട്ടോ. ഇത് ആഡ്വർബ് ആണ്, ക്രിയയെ വിശേഷിപ്പിക്കുന്നതുകൊണ്ടാണ് എന്ത്? ആഡ്വർബ്. അതേപോലെ LY ഇല്ലാത്ത ഭൂരിഭാഗം ആഡ്വേർബ്സും എന്താണ്? ഒരു 80% ആഡ്വേർബ്സും, അതായത് ക്രിയയെ വിശേഷിപ്പിക്കുന്ന ആഡ്വേർബ്സ് LYയിലാണ് അവസാനിക്കുന്നത്. ചില ഒരു കുറച്ച് ആൾക്കാർ എന്തില്ല? LYയിൽ അവസാനിക്കില്ല. അതൊക്കെയാണ് ഈ ഹാർഡ്, അതുപോലെ ഫാസ്റ്റ്, ഇതൊക്കെയാണ് എന്ത്? LYയിൽ അവസാനിക്കാത്ത ചില എക്സെപ്ഷണൽ കേസസ് കേട്ടോ. സാധാരണ ആഡ്വേർബ്സ് LYയിലാണ്, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. എന്നാൽ LYയിൽ അവസാനിക്കാത്ത നേരായി തന്നെ നിൽക്കുന്ന ആഡ്വേർബ്സും ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. നമ്മൾ ഏകദേശം ഒരു 10-18ഓളം ചോദ്യങ്ങൾ ചെയ്തു. ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ തന്നെ ഏതെങ്കിലും ചോദ്യമാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്തുണ്ടെങ്കിൽ ഉടനെ കമന്റ് ചെയ്യുക. നമുക്ക് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു
ഒരു ഡിസ്കഷൻ കമന്റ് ബോക്സിൽ ആരംഭിക്കുക. അപ്പോൾ ഫീൽ ഫ്രീ ടു കമന്റ്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും കേട്ടോ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഹാപ്പി ലേണിംഗ്.